റെഡി? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ജനനായകൻ ദ ഫസ്റ്റ് റോർ. ഒന്ന് ഗർജിച്ചേ. ഭയങ്കരമായിട്ട് വരണം. ജനനായകൻ എന്ന് പറയുമ്പോ പോരാ, ഗർജ. ഇതൊരു മതി. കുറച്ചും കൂടി വരണം. ഞാൻ ആദ്യം ഉദ്ദേശിച്ച അതായിരുന്നു, പിന്നെ ഇതൊക്കെ കുറെ ഇറക്കിയതാണല്ലോ, വെറൈറ്റി വേണ്ടെന്ന് കരുതിയതാ. ഓക്കെ, എന്തായാലും കാട്ടിലേക്ക് കടക്കാം. ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് റോർ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര സാധനം തന്നെയായിരുന്നു. അതായത് സ്വാഗ് കൊണ്ടും സ്റ്റൈല് കൊണ്ടും പിന്നെ ആളുടെ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ഞെട്ടിച്ച സാധനം. ശരിക്കും തീ തുപ്പി ഐറ്റം. ഒരിക്കലും ആരും അതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ജനനായകൻ സിനിമേന്റെ ഒരു സംഭവം ഇങ്ങനെയായിരിക്കും പുറത്തു വരുന്നതെന്നുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ആളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശത്തോടെ ചില സാധനങ്ങൾ അതിന്റെ തുടക്കത്തിൽ ആദ്യം നെഞ്ചിൽ കുടിയിറക്കും എന്ന് പറഞ്ഞ സാധനം വന്നപ്പോഴേ അത് കയ്യിൽ നിന്ന് പോയി എന്നാണ് കേട്ടത്. പിന്നെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ കണ്ടത് നടന്നത് അത് തീയുണ്ടാ. ശരിക്കും തീയുണ്ടയുടെ കനം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലില്ല എന്തെങ്കിലും. കാരണം അതിനു മുന്നേ വന്നതൊക്കെ നമുക്ക് അറിയാലോ, പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് വളരെ മോശമായിരുന്നു. അപ്പൊ അതുപോലത്തെ ഒരു സാധനം എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച, പക്ഷെ വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഒന്നൊന്നര ഞെട്ടലായിപ്പോയി. പിന്നെ ഇതിൻ്റെ ഇതുപോലത്തെ ഫസ്റ്റ് സിംഗിള്, ടീസർ, ട്രailer അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഷോട്ടുകൾ, ഇത് വീഡിയോ ആയിട്ടുള്ള ഗ്ലിംസ് വീഡിയോസൊക്കെ, ഇതൊക്കെ സൂപ്പർ തന്നെയായിരിക്കും. സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഭഗവന്ത് കേസരിയുടെ രീതിയിലുള്ള സാധനമൊക്കെ ആണെങ്കിൽ നമുക്കിത് ചിലപ്പോൾ എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. നമുക്ക് അതിനോടുള്ള താല്പര്യം എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അത് സിനിമ കണ്ടുകഴിയുമ്പോൾ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ലുക്കും ആ ഒരു വിഷ്വലും ഗംഭീര സാധനമായിരുന്നു സത്യം. ഇപ്പോൾ BGM അനിരുദ്ധാണ് ചെയ്തത്. അത് ഇന്ത്യൻ 2-ലെ BGM-ആയിട്ട് ചെറിയൊരു ഇതുണ്ടെങ്കിലും സാധനം പൊളിയായിരുന്നു. അത് നോക്കണ്ട. അത് എപ്പോഴാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് ചെയ്ത് വെച്ച ആളുടെ തന്നെ അതിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തിയിട്ട് അടുത്ത് തറക്കും. മിക്കവാറും പാരഡൈസിൽ വരാൻ പോകുന്നത് ജനനായകന്റെ ബാക്കിയായിരിക്കും. അതായത് എന്റർടൈൻമെന്റ് കീഴയുടെ റിയാക്ഷൻ വീഡിയോ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു സിനിമയുടെ റിവ്യൂ വരുന്നു, ഒരു സിനിമ വരുന്നു, റിവ്യൂ ഇടുന്നു, അതിനുശേഷം ആ സിനിമയുടെ മറ്റു വീഡിയോസ് ആയിരിക്കും നമ്മൾ അടുത്ത ദിവസങ്ങളിടുക. അത് കീഴിൽ അത് മെയിനായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പ്രത്യേക റിയാക്ഷൻ വീഡിയോ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ ഇനി ഒരു റിയാക്ഷൻ വീഡിയോ വരുന്നു, അതായത് ഇപ്പോൾ വിജയിൻ്റെ, സൂര്യൻ്റെ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വരുന്നു, അതിൻ്റെ റിയാക്ഷൻ ഇടും. അതിനുശേഷം അതിൻ്റെ ട്രോൾ വരും. അത് പിന്നെ അതിൻ്റെ വിമർശനങ്ങളും അതിൻ്റെ പോസിറ്റീവൊക്കെ വന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ വീഡിയോസ് ഇടും. അങ്ങനെയാണ് നമ്മുടെ രീതി. അതായത് ഒന്നിൽ നിന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ ബാക്കി വരിക. അങ്ങനെയാണ് അനിരുദ്ധും. ആളുടെ ഒന്ന് വന്നതിന് ശേഷം അതിൽ നിന്ന് അങ്ങനെ വേറെ ഒരിക്കൽ നാളെ ഒന്നും വരാനുണ്ട്. ട്രോള് കണ്ണപ്പേന്റെ ട്രോള് വന്നിട്ടുണ്ട്. നാളെ റിയാക്ഷൻ ചെയ്യാനുള്ള എടുത്ത് വെച്ചേക്കണതാ. നാളെ അങ്ങനെ പറയരുത്. അതെന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ട് ശരിക്കും അത് വേണം. നീ വിട്ടോ? അതിനുള്ളത് അത് അർഹിക്കുന്നില്ല. അത് ആ വഴിയിൽ പോട്ടെ. എന്നാലും അങ്ങനെ അല്ലല്ലോ, മനസ്സിനൊരു വിഷമം ചെയ്യാഞ്ഞിട്ട്. എന്തായാലും ജനനായകൻ സിനിമയുടെ ട്രോൾ വീഡിയോ നമ്മുടെ PK ട്രോൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം. ഓക്കെ, ജനനായകൻ. എന്താണോ ഇപ്പോഴാണ് വരുന്നത്? ശിക്ഷ വന്നത് അറിഞ്ഞില്ലേ? ഞാൻ അല്പം ലേറ്റായി. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ജനനായകന്റെ ദ ഫസ്റ്റ് റോർ എന്ന് പറയുന്ന സാധനം ഇപ്പോ ഇറങ്ങിയിട്ട് ഏകദേശം ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഇതിപ്പോ കുറെ പ്രാവശ്യമായല്ലോ പറയുന്നു. കുറെ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, 2 പ്രാവശ്യമല്ലേ പറഞ്ഞുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെഞ്ചിൽ കുടിയിരിക്കും, നെഞ്ചിൽ കുടിയിരിക്കും. 10-12 തവണ ഇയാൾ തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അല്ലേ ഇത്? നെഞ്ചിൽ കുടിയിരിക്കും, നെഞ്ചിൽ കുടിയിരിക്കും. കേട്ട് ഞാൻ മടുത്തു.
ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടുന്ന് മുതൽ കൊള്ളല്ലേ? തിരക്കിടില്ല. നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. എത്ര വർഷമായി ഇത് തന്നെ? ഈ ദളപതി എന്ന വരിയൊക്കെ ഒഴിവാക്കി ഒരൈറ്റം ചെയ്തൂടെ? ആളുകൾ കളിയാക്കി ചിരിക്കുക. മൂട് പോകും സമീറ. നിങ്ങൾ എന്താണ് ഞാൻ മാറ്റൂല, എനിക്ക് പറ്റൂല. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇവിടെ ആർക്കും പിടികിട്ടത്തില്ല, പക്ഷെ നിങ്ങക്ക് പിടികിട്ടില്ല. ആയിട്ട് ഞാൻ വേണ്ട കലക്കം ചാർജ് ആവാൻ കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. അതാണ് ഈശ്വര, അടുത്തത് ഇതെന്താണ്? ഇതൊന്നും പറ്റൂലേ? ഇതൊന്നും ഇല്ലാതെ പറ്റൂല. എപ്പോ തുടങ്ങിയ മുരുകദാസ് തുടങ്ങി വെച്ച സാധനം അത്. സംഭവം വിമർശനം മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. ആരോടും ഇതിങ്ങനെ എത്ര നല്ല നല്ല വിമർശനമല്ലോ. ഇത് കുറച്ചുകൂടെ കൊള്ളാം. തകർക്കും. എങ്ങനെയുണ്ട്? കലക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. അസുഖം കാണുമല്ലോ ഇതിനകത്ത്. ഒരു ത്രില്ലില്ല. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടു തള്ളിയോ? എനിക്കിഷ്ടായി, അവർക്കിഷ്ടാവോ എന്തോ. ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ? എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആളുടെ ലുക്ക്, കഴിഞ്ഞില്ല. ആളുടെ എന്താ പറയാ ആറ്റിറ്റ്യൂഡ്, ആളുടെ സ്വാഗ്, സ്റ്റൈല്. പാരുകടാ, എവിടെ നിൽക്കാൻ പാரு. അങ്ങനെ വേണോ? പിന്നെ ഒരു ടെൻഷൻ ഉണ്ട്, അതായത് രണ്ട് കാര്യങ്ങൾ പറയാം. പേടിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് അതിലെ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറഞ്ഞ സംഭവം. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ? അല്ല അത് അതായത് ആളുടെ പരിപാടി ഇതിലേക്കും അങ്ങ് ഫിക്സ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. പിന്നുള്ളത് മറ്റൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സംഭവം ഒരു ടീമിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പോലീസ് കുറച്ച് പരിപാടികൾ ചെയ്യുന്നത്. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പറയാത്തെ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ജനനായകൻ ഭഗവത് കേസരിയുടെ ഒരു പ്രോപ്പർ റീമേക്ക് ഒന്നും അല്ല എന്ന് വെച്ച് അതുമായിട്ട് ഒരു ബന്ധം ഇല്ലാതെ ഇല്ല. അതായത് ഒരു വിഷയം ഇருக்கு ആന ഇല്ല. ഭഗവത് കേസരി സിനിമയിലെ 15 മുതൽ 20% വരെയുള്ള ഭാഗങ്ങൾ ജനനായകൻ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് മറ്റു മാർഗമില്ല. അത്രയും വേണം, വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. സ്ഥിരീകരിക്കാത്ത ഒഫീഷ്യലാണ് ഇതിന്റെ ഒരു പോർഷന് വേണ്ടിയിട്ട്, ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് അവകാശം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭഗവത് കേസരിയിൽ ചില സീക്വൻസ് അതേപോലെ നമുക്ക് ജനനായകനിൽ കാണാം. ഏൽക്കണം. സംഗതി ടോപ്പ് ആയിട്ടില്ല, നമ്മള് വിടൂല. ഇങ്ങനെ ചില സീക്വൻസ് മാച്ചുകൾ ഉണ്ടെന്നല്ലാതെ ഒരേ കഥയിലെ റീമേക്ക് അല്ല. ഒരു മാസ് മസാല പടം എന്നുള്ള രീതിയിൽ നല്ലതുപോലെ എടുത്തു വെച്ചാ നല്ല പടം കിട്ടും. ഒരു ചെറിയ ബോംബെങ്കിലും കണ്ടെടുത്താൽ എന്റെ കഴിവ് രേഖപ്പെടുത്താം. ആ ബോംബ് അങ്ങനെ പൊട്ടിയാ നിന്റെ മരണം രേഖപ്പെടുത്താം. അത് ഏത് എങ്ങനെയായിരിക്കും ഇതിനകത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പോലീസ് വേഷം വന്നപ്പോഴേ ഉറപ്പിച്ചു. അതെന്തായാലും ആ ഭാഗം തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. കാണാത്തതുകൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ. നല്ല വിമർശനം. അതിനുശേഷം പ്രതീക്ഷ വെക്കണോ എന്നുള്ളതിന്റെ ചർച്ചയിലേക്ക് കിടക്കുന്നു അല്ലേ? ശരിക്കും ജനനായകൻ സിനിമയ്ക്കുള്ള സംഭവം അത് തന്നെയാണ്. അതായത്
ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷയില്ല. എന്നാ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രതീക്ഷ കൂടിയിട്ടുമുണ്ട്. ഉണ്ടായിരുന്ന പ്രതീക്ഷയിൽ നിന്നും കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ദളപതി വിജയ് നായകനാവുന്ന സിനിമയാണ്. അതുകൊണ്ട് ആളുടെ കുറേ പരിപാടികളുണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ടൊരു സിനിമ നമ്മൾ സ്വപ്നം കാണുന്നില്ല. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതല്ല കേട്ടോ, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിച്ച് ലാസ്റ്റ് അതിൽ ഒരു സംഭവം മനസ്സിലായി, അങ്ങനെ സാധനം വരാൻ പോകുന്നില്ല, കിട്ടൂല. ആള് സ്ഥിരമായിട്ട് ഒരു സ്ഥിരം പരിപാടികളെല്ലാം ഇട്ടിട്ട് തന്നെയായിരിക്കും എപ്പോഴും ആള് വരിക, ഒരു മാറ്റം. എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ പുലി സിനിമയിൽ ചുയിങ്ങും കൊടുക്കാഞ്ഞത്. അതും കൂടെ അതിനകത്ത് ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. ആ ചുയിങ്ങും കൂടി ഇങ്ങനെ വാളെ തട്ടി തിന്നായിരുന്നെങ്കിൽ സെറ്റായിരുന്നു അല്ലേ? മൂപ്പരുടെ സിനിമകൾ നമ്മളെന്താണെന്നറിയാം, ഇതിപ്പോ അങ്ങനെ തന്നെ അങ്ങ് ആഗ്രഹിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ബിഗിൽ സിനിമയിലെ രായപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ക്യാരക്ടറിനൊക്കെ വെച്ചിട്ട് ഒരു ഫുൾ ലെങ്ത് സിനിമ നമുക്ക് ഭയങ്കര ആഗ്രഹം. അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ആൾ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ ഒന്നാണ് അത്. അപ്പോൾ അത് ആഗ്രഹിക്കാൻ കാരണം അതാണ്, ഇങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല, മാറിയിട്ട് വേറെ ആളായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഇപ്പൊ ഇനി നമുക്ക് അങ്ങനത്തെ ചിന്തിക്കുന്നേ ഇല്ല. അത് വിട്ടു, ആളെന്താണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് തന്നെ, അതിൽ വേറെ കഥയായിരിക്കും എന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു, ഈ പരിപാടി ചെയ്യുന്നു, ഐ ആം വെയിറ്റിംഗ് പറയുന്നു, ഞങ്ങൾ ഞാൻ മെയിൻറ്റെയിൻ ഇല്ല. അതൊക്കെ ശീലമായി. കാരണം അത് ഇല്ലാതെ ഒരു വേറെ സിനിമ നമ്മൾ പ്രതീക്ഷിക്കണ്ട, നടക്കൂല, കിട്ടൂല, തരൂല. എന്താണെങ്കിലും ജനുവരി 9 സിനിമ റിലീസിനെത്തുന്നത്. വെയിറ്റ് ചെയ്യാം. അപ്പം പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.